ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിബിൽ സ്കോറിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചൊരു പൂർണ്ണമായുള്ളൊരു അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് പേര് എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ മുമ്പ് പറയുന്ന പോലെ എന്നെ വിളിക്കാറുണ്ട്. സാറേ, എനിക്ക് സിബിൽ ഇത്രയും ഉണ്ടല്ലോ, എനിക്ക് ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ 3 വർഷം മുമ്പ് ഞാനൊരു ലോൺ എടുത്തിരുന്നു, അത് 2-3 പെൻഡിങ് ആയി, ഇപ്പോൾ സിബിൽ സ്കോർ 700 ഉണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ലോൺ കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ഡൗട്ട്സുമായിട്ട് എന്നെ ദിവസവും എനിക്ക് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് ഒരു 2 ദിവസം മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഫിറോസ്, എനിക്ക് സിബിൽ സ്കോർ ഉണ്ട്, എന്താ പറയുന്നത്, എനിക്ക് ലോൺ കിട്ടുന്നില്ല, ഞാൻ മുമ്പ് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്, അപ്പോൾ അത് അടച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്നാലും ലോൺ കിട്ടുന്നില്ല, എന്താണ് കാരണം? അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എൻ്റെ സിബിൽ സ്കോർ നെഗറ്റീവാണ്, എനിക്ക് ലോൺ കിട്ടുന്നില്ല, ഞാൻ വേറെ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തില്ല, പിന്നെ എങ്ങനെ എൻ്റെ സ്കോർ നെഗറ്റീവായി, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഡൗട്ട്സുകളാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും ഡൗട്ട്സ് ചോദിക്കുന്നതുകൊണ്ട് വീണ്ടും പറയുകയാണ്. ഈ നെഗറ്റീവ് സിബിൽ സ്കോർ എന്ന് വെച്ചാൽ നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾ ഇതുവരെയ്ക്കും എന്താ പറയുന്നത്, ഇത്രയും നാളായിട്ടും നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് പോലും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല. ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ലോൺ, ബൈക്ക് ലോൺ, കാർ ലോൺ, ഓടി, ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുന്നത്, അങ്ങനെ എന്തും പെടും, ഹൗസിംഗ് ലോൺ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അങ്ങനെ എന്തും ഉൾപ്പെടുന്നതാണ് ഒരു ഫിനാൻഷ്യൽ എന്താ പറയുന്ന ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സിബിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും എടുക്കുകയും അല്ലെങ്കിൽ കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ വേണം, എന്നാൽ മാത്രമേ സിബിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് അല്ലാതെ ഇതുവരെയ്ക്കും നമുക്ക് ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ നിങ്ങൾ സിബിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കോർ -1 എന്നായിരിക്കും അതിൽ കാണുന്നത്. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും NBFCയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും RBI അപ്രൂവൽ ആപ്പിൽ നിന്നോ ലോൺ എടുത്തിട്ട് അത് അടച്ച് 1 മാസം കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിബിൽ സ്റ്റാർട്ട് ചെയ്തോളും. സിബിൽ സ്കോർ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 900-നാണ്. 900-ന് ഒരു 650-ന് മുകളിൽ വരുന്ന സ്കോർ ആവറേജും 700-ന് മുകളിൽ വരുന്നത് ഒരുവിധം എന്താ പറയുന്ന ഒരു ഗുഡ് സ്കോർ തന്നെയാണ് 700-ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ ഡൗട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, മുമ്പ് ഒരു കസ്റ്റമർ വിളിച്ചു, ഞാൻ കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്, അത് ക്ലിയർ ആയിട്ട് അടച്ചു, പക്ഷെ എനിക്ക് ലോൺ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്കോർ 642-ആണ്, ആവറേജ് സിബിൽ സ്കോർ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പേയ്മെൻറ്റ്സ് ടൈംലി പേയ്മെൻറ്റ്സ് 48% ആണ്, ക്രെഡിറ്റ് ലിമിറ്റ് യൂസ്ഡ് 11% ആണ്. അദ്ദേഹത്തിൻ്റെ ഏജ് അല്ല, അദ്ദേഹം ബാങ്കുമായിട്ടൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷവും 7 മാസവുമായി, അതാണ് കാണിക്കുന്നത്. 4 years 7 months എന്ന് കാണിക്കുന്നത്. ഒരു അക്കൗണ്ട് ആക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് DMI ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ 2 ഓപ്ഷൻസ് ഇവിടെ ആക്റ്റീവാണ്, ലോൺ ആക്റ്റീവാണ്. അപ്പോഴാണ് സംഭവം മനസ്സിലാകുന്നത്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സ്യൂട്ട് ഫീൽഡ്, വിൽഫുൾ ഡിഫോൾട്ട്, സെറ്റിൽഡ് എന്നാണ് അവിടെ കാണിക്കുന്നത്. അദ്ദേഹം ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്ന് എന്തോ ഒരു ലോൺ എടുത്തിട്ട്, എന്ത് ലോണാണെന്ന് നമുക്ക് നോക്കാം, അദ്ദേഹം ഒരുപാട് നാളായിട്ട് അടച്ചിട്ടില്ല. അങ്ങനെ ബാങ്ക് കേസ് കൊടുത്ത് അദ്ദേഹം സെറ്റിൽ ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചായിരുന്നു, സ്റ്റാഷ് ഫിനിൽ നിന്ന് ഇങ്ങനെ വന്ന ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു, ഇതേപോലെ വിൽഫുൾ ഡിഫോൾട്ട് എന്ന് കാണിച്ചത്. പക്ഷേ ഇത് ഇൻഡസ്ഇൻഡ് ബാങ്ക് കുറച്ചുകൂടി സ്ട്രോങ് ആണ്, കേരളത്തിൽ എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ ഇവർ കേസ് കൊടുത്തു. അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹം ആ ഒരു ഫിനാൻഷ്യൽ അദ്ദേഹത്തിന് ആ ഒരു കോർട്ടിൽ ഒരു ഫീസും ഫൈനും എല്ലാം കെട്ടിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആ ഒരു കേസ് സെറ്റിലാക്കിയത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത്, ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു 59,000 രൂപ ഓട്ടോ ലോൺ എടുത്തിട്ടുണ്ട് 3 വർഷത്തേക്ക്. അപ്പോൾ 2023 അദ്ദേഹത്തിന് കുഴപ്പമില്ല, അദ്ദേഹം ജനുവരിയിലാണ് അടച്ചിട്ടുണ്ട്. ക്ലിയർ ഒരു ടിക്ക് ഉണ്ടല്ലോ, ഗ്രീൻ ടിക്ക്, അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. 2022 നോക്കുമ്പോൾ ജനുവരി, ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ എല്ലാം ക്ലിയർ ആണ്. പിന്നെ 2021 നോക്കുന്ന സമയത്താണ് എല്ലാം എന്താ പറയുന്നത്, ഒരു വികൃതമായി കിടക്കുന്നത്. ജനുവരിയിൽ 604 ദിവസത്തിൻ്റെ, അതായത് 2021 ജനുവരി മുതൽ അദ്ദേഹത്തിന് 604 ദിവസം ഡിലേ പേയ്മെൻ്റ് ആണ്. ആ ലോൺ എടുത്തിട്ട് 604 ദിവസം അദ്ദേഹം അടയ്ക്കാതിരുന്നു. നിങ്ങൾക്ക് ആ ഒരു മാസത്തിൽ കാണാം, 632 ദിവസം, 663 ദിവസം, 691 ദിവസം, മെയ്യിൽ 724 ദിവസമായിട്ടുണ്ട്. ജൂണിലായപ്പോൾ അദ്ദേഹം ഒന്ന് അടച്ചു,
പിന്നെ വീണ്ടും ജൂലൈയിൽ പെൻഡിങ് വരുത്തി, ഓഗസ്റ്റിൽ പെൻഡിങ് വരുത്തി, പിന്നെ നവംബറിലും ഡിസംബറിലും അദ്ദേഹം അടച്ചു. ഇങ്ങനെ വന്ന സമയത്താണ് ബാങ്ക് കേസ് കൊടുത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ചല്ലോ, സാറേ ഞാൻ 2021 ലോൺ എടുത്തു, അത് സെറ്റിൽ ചെയ്തു അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു, എനിക്കിപ്പോൾ ലോൺ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഉത്തരമാണിത്. നിങ്ങൾ 2021 എടുത്താലും 15 എടുത്താലും സിബിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രാക്ക് ഇതേപോലെ ഇവിടെ തന്നെ കാണാം, 604, 632 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രാക്കുള്ള ഒരാൾക്ക് ഒരു ബാങ്ക് പോലും 99% ബാങ്ക് പോലും ലോൺ കൊടുക്കില്ല. അതുകൂടാതെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഇത് കണ്ടല്ലോ, സ്യൂട്ട് ഫൈൽഡ് വിത്ത് ഫുൾ ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ സെറ്റിൽ എന്ന് കണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ബാങ്ക് പോലും ലോൺ കൊടുക്കില്ല. പിന്നെ നിങ്ങൾ അടച്ചാലും, നിങ്ങളിപ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പ് നിങ്ങൾ ലോൺ എടുത്ത് ക്ലിയർ ആയിട്ട് അടച്ചാലും സെറ്റിൽ ചെയ്താലും നിങ്ങളുടെ ഈ ഒരു ട്രാക്ക്, ഏത് ട്രാക്ക്, ഈ ഒരു ട്രാക്ക്, ഈ താഴെ കാണുന്ന ട്രാക്ക് 7 വർഷം വരെ ഇവിടെ കാണാൻ സാധിക്കും. 7 വർഷം കഴിയുമ്പോൾ ഓട്ടോ ഡിലീറ്റ് ആയി പോകും. ചില കേസിൽ 10 വർഷം വരെ കാണാൻ സാധിക്കും. 7 വർഷം വരെയും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇദ്ദേഹം 2015 ഇത് എടുത്തതെങ്കിലും അല്ലെങ്കിൽ 16 എടുത്തതെങ്കിലും ഇതേ ട്രാക്ക് അവർക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ഇതിൻ്റെക്കാട്ടിയും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് സിബിൽ ചെക്ക് ചെയ്യുന്ന സൈറ്റിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ലോൺ കിട്ടില്ല. അദ്ദേഹം എടുത്തിരിക്കുന്ന നിസ്സാരമായ ഒരു എമൗണ്ടാണ്. നിസ്സാരം എന്ന് വെച്ചാൽ ആവറേജ് എമൗണ്ട്, വണ്ടിക്ക് ഓട്ടോയിലാണ് എടുത്തിരിക്കുന്നത്, ഇവിടെ കാണും. അത് ഓൾറെഡി ഇപ്പോൾ ക്ലോസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. 2018 9 ഓഗസ്റ്റിനാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫോൾട്ടാണ് വരുത്തിയിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ സ്കോർ ഇവിടെ 800 എന്ന് കാണിച്ചാൽ പോലും ഇദ്ദേഹത്തിന് ലോൺ കിട്ടില്ല 7 വർഷത്തേക്ക്. അദ്ദേഹത്തെ ആ ഒരു സെറ്റിൽമെന്റ് അവിടെ കിടക്കുന്നതുകൊണ്ട് റെഡ് ലെറ്ററിൽ അത് ഒരു ബ്ലാക്ക് മാർക്കാണ്. അദ്ദേഹത്തിന് ലോൺ ഒരിക്കലും കിട്ടില്ല. കിട്ടില്ല എന്നുള്ള 7 വർഷം വരെ അതവിടെ കാണും. അതുകൊണ്ട് ആ ഒരു 7 വർഷത്തിനുള്ള അദ്ദേഹം എന്ത് ചെയ്താൽ പോലും അദ്ദേഹത്തിന് ലോൺ കിട്ടില്ല. പിന്നെ ഇദ്ദേഹം ഗ്യാരണ്ടർ ആർക്കെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് അവർക്കും കിട്ടില്ല. ഓക്കെ, കാരണം ഇദ്ദേഹത്തിന്റെ സിബിലും ചെക്ക് ചെയ്ത് നോക്കി. ഇദ്ദേഹം ആർക്കെങ്കിലും ഗ്യാരണ്ടർ നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സിബിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു വലിയ ഡിഫോൾട്ടാണ്, ഇദ്ദേഹത്തിനും ലോൺ കിട്ടില്ല, അല്ലെങ്കിൽ ഗ്യാരണ്ടർ നിൽക്കുന്ന ആർക്കും ലോൺ കിട്ടത്തില്ല. ഒരു ഡൗട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നു, ഞാൻ 3 വർഷം മുമ്പ് ലോൺ എടുത്തു, അന്ന് ഡിലേ വന്നിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ ഇപ്പോൾ അടച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്, ലോൺ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ബാങ്ക് കേസ് കൊടുത്ത് ലീഗലി നീങ്ങുന്ന ഒരു കേസും ലോൺ പിന്നീട് ഒരു ബാങ്ക് പോലും, ഒരു NBFC പോലും 7 വർഷത്തേക്ക് നിങ്ങൾക്ക് ലോൺ തരില്ല. ട്രാക്ക് കറക്റ്റായിട്ട് അവിടെ കാണാൻ സാധിക്കും. പിന്നൊരു റിക്വസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും കേസിൽ നിങ്ങളിങ്ങനെ ബാങ്ക് സെറ്റിൽമെന്റ് ചെയ്യാൻ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം പറഞ്ഞു നോക്കുക, ഇല്ല ഞാൻ കറക്റ്റിന് EMI കറക്റ്റായിട്ട് അടയ്ക്കാം എന്ന രീതിയിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ അവർ സമ്മതിച്ചാൽ EMI തന്നെ അടച്ചു പോവുക. കാരണം സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രാക്കിൽ സിബിലിൻ്റെ അവിടെ സെറ്റിൽമെന്റ് വിൽഫുൾ ഡിഫോൾട്ട് എന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോൺ പോലും ഒരു 7-8 വർഷത്തേക്ക് ലോൺ കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളതിപ്പോൾ ഒരുമിച്ച് അടച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെറ്റിൽമെന്റ് വിൽഫുൾ ഡിഫോൾട്ട് എന്ന് കാണും. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങളുടെ എന്താ പറയുക, സിബിലിനെ ബാധിക്കും. ഒരു ലോൺ പോലും കിട്ടില്ല. ഒരു ലോൺ എന്ന് വെച്ചാൽ ഒരു ആപ്പിൽ നിന്ന് പോലും ലോൺ കിട്ടത്തില്ല. ഇപ്പോൾ അറിയാമല്ലോ, ഫിനാൻസിൻ്റെ ഒരുപാട് ആവശ്യം വരുന്ന സമയമാണ്. ഹോസ്പിറ്റൽ കേസിനും അല്ലെങ്കിൽ വീട് വെക്കാൻ, ഗൾഫിൽ പോകാൻ, എഡ്യൂക്കേഷൻ ലോൺ, അങ്ങനെ ഒരുപാട് ആവശ്യം വരുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.